ഹലോ ജെ.കെ. എന്തൊക്കെയാ ഇന്നത്തെ വാർത്തകൾ? തീവ്രവാദി ആക്രമണം, ബോംബ് സ്ഫോടനം, മന്ത്രിയുടെ രാജിക്കത്ത്, പിന്നെ പതിവ് മസാലകൾ, വാണിഭം, മാലമുട്ടിക്കൽ, ആത്മഹത്യ. ഇതൊക്കെയല്ലേ നിങ്ങൾ ദിവസവും വിളമ്പുന്നത്? എന്നാ വെച്ചോ തന്റെ പത്രം. ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടികളല്ല, പത്രധർമ്മം. സമൂഹത്തിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നാണോ? എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. ഓമന തടി കുറച്ചിട്ടാ ഓമനത്തൊക്കെ അങ്ങ് പോയി. വെറുതെ കമന്റ് അടിച്ച് തടി കളയണ്ട. താനൊക്കെ വെറുതെ സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ പുരുഷനാകാൻ വെച്ചാൽ. അപ്പൊ പിന്നെ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ? സംഗീതം കണ്ടോ? ഫ്ലവേഴ്സ് തറ്റൻസ്. ഒരു നോട്ടം മതി എനിക്ക് ഏത് ടൈപ്പാണെന്ന് അറിയാം. പക്ഷെ കിളവും ഭർത്താവ് ഒട്ടും മാറ്റല്ല. എന്റെ ജെ.കെ. ഒറ്റയാളെ പോലും വെറുതെ വിടരുത്. എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. താനൊക്കെ ഇനി എപ്പോഴാണ് എപ്പോഴാ മടക്കം? ഞായറാഴ്ച, തിങ്കളാഴ്ച? ഞായറാഴ്ച ആസ് യൂഷ്വൽ. ഇതാരുന്നതാ ഈ ബാഗ്? ബസ്സിൽ ആരും ഇല്ലല്ലോ. അതങ്ങോട്ട് നീക്കി വെച്ചാ പോരെ? വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ? ഹലോ, ആരുടേതാ ഈ ബാഗ്? ആ ബാഗ് എന്റേതാ. ബോംബാണോ? ബാഗല്ല, ബാഗിന്റെ ഉടമസ്ഥ. Excuse me, 19 എന്റെ സീറ്റാണ്. No problem. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ്. ചായ കുടിക്കാൻ കുടിക്കാം. വലക്കപ്പറ വലക്കപ്പറ. ചുറ്റും വലം വെക്കാതെ ബസ്സിലെടുക്കാൻ നോക്കണം. ടിക്കറ്റ് ഒരു വെച്ചില്ല പറ. അവിടെ ടിക്കറ്റ്. ഈ സ്ഥലത്തിന് എത്ര ഹൈറ്റ് ഉണ്ടാവും? എബവ് സീ ലെവൽ. കൊടുത്തോ? എടുത്തു. കടൽ നിരപ്പിൽ നിന്ന് എത്ര ഉയരം കാണും? എനിക്കറിയില്ല. എങ്ങനെയുണ്ട് ഈ വർഷം സംഭരണിയിലെ വെള്ളത്തിന്റെ ലെവല്? ഇറങ്ങി നോക്കിയിട്ട് പോരായിരുന്നില്ലേ? കോഴിക്കോട് എത്താൻ 4 മണിക്കൂറും 13 മിനിറ്റും. ഈ റൂട്ടിൽ കൃത്യസമയം പാലിക്കുന്ന ഒരേ ഒരു ബസ് ഇതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഈ സീറ്റിൽ തന്നെ. ഓഫീസ് കൊച്ചിയിൽ, ഫാമിലി കോഴിക്കോട്ട്. ഹലോ, ഐ എം ജെ.കെ. എങ്ങോട്ടേക്കാ? കോഴിക്കോട്ടേക്ക്. ഡാഡിയും മമ്മിയും കോഴിക്കോട്ടായിരിക്കും. ഞാൻ ഊഹിച്ചു. ഡോണ്ട് വറി. ഫാക്ട്സ് ഗണിച്ചെടുക്കുന്ന എൻ്റെ ഈ നാക്ക് എൻ്റെ ജോബ് കാരണമാണ്. ഐ എം എൻ ഇൻഷുറൻസ് സർവേയർ. ഒറ്റ നോട്ടത്തിൽ സംഭവിച്ചതെല്ലാം തിരിച്ചറിയാം. ഒരുതരം ഗ്ലാമർ കുറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റർ. ബാഗ് മേളിലുണ്ട്. ഞാൻ ആരെയും തൊടാൻ സമ്മതിച്ചില്ല. സീറ്റ് നമ്പർ 19. ഈ സെറ്റിലിരിക്കാൻ പറ്റിയ പ്രായം. ഇതാണ് ഈ ബസ്സിലെ ബെസ്റ്റ് സീറ്റ്. എക്സാക്ട്ലി മിഡിൽ റോ.
മിസ് അറിയാതെ സെലക്ട് ചെയ്തായിരിക്കും. അല്ല, ഞാൻ ആവശ്യപ്പെട്ടതാണ്. ആഹാ, നമ്പർ 19, 9 + 1 10, 1 + 0 1. Number 1, lucky number. Numerology, you believe in it? No. No. Huh? കണ്ടിടത്തൊക്കെ നിർത്തി പഴം വാങ്ങി തിന്നാതെ വണ്ടി എടുക്കാൻ നോക്കണോ? ഇങ്ങനെ പോയാൽ എപ്പോ എത്താനാ? ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളതാ. ഇയാൾ ഏത് കാട്ട് കിടക്കണം മനസ്സിലാ? 5 മിനിറ്റ്. വണ്ടി ചേർത്തണേ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാ. വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവരൊക്കെ ടാക്സി വിളിച്ച് പോണം. ഇത് ലൈൻ ബസ്സാ, കണ്ടിടത്തൊന്നും നിർത്താൻ പറ്റില്ല. ട്രാൻസ്പോർട്ട് മന്ത്രി ബസ്സിലുണ്ടായിരുന്നു, അറിഞ്ഞില്ല സാർ. ടാക്സി വിളിച്ച് പോകാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ കാണണ്ടേ? ഒരു 2 മിനിറ്റ് ക്ഷമിച്ചാൽ മതി. അതൊക്കെ ഡ്രൈവർ റണ്ണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ, അല്ലേണോ? ഓ പിന്നെ ഒന്ന് നിർത്തി കൊടുക്കണം. വേഗം വന്നോളണ്ട. ട്രാൻസ്പോർട്ട് നിർത്തി പിടിക്കല്ലേ? ഞാൻ ശരിക്കും എന്റെ മോ ശരിയല്ല, കാണിച്ചതാ. നോക്കല്ലേ? ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല, വിളയാട പോമാ ഉള്ള വില്ലാള. ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല, വിളയാട പോമാ ഉള്ള വില്ലാള. ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല. ലവ് സ്റ്റോറി ആയിരിക്കും അല്ലേ? ഒരു തരം ലിബറേഷൻ ലവ് സ്റ്റോറി. ക്ലാസ് കട്ട് ചെയ്ത് ഏതെങ്കിലും പയ്യൻസിന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കറങ്ങി നടക്കുന്നതായിരിക്കും ലിബറേഷൻ അല്ലേ? അല്ല. ഇത്രയ്ക്ക് പഴയ സെറ്റ് എന്തിനു കൊള്ളാം? തൂക്കി വിൽക്കാം. ദേ ഇത് കണ്ട, ലേറ്റസ്റ്റ് മോഡൽ, മ്യൂസിക്, വീഡിയോ, ഇന്റർനെറ്റ്, ക്യാമറ, ആൻഡ് ഐ ഹാവ് എ ഫാൻസി നമ്പർ 9847022222. ക്വാളിറ്റി ഉണ്ടില്ലേ? ഓ, എന്താണ് ഈ മൊബൈലിന്റെ പ്രത്യേകത? ഒരുപാട് ചോദ്യങ്ങളാണല്ലോ. മമ്മി, ഡാഡി, അഡ്രസ്, കോളേജ്, മൊബൈൽ. ചുമ്മാ പറ. നിങ്ങളുടെ മൊബൈലിൽ ബട്ടൺ അമർത്തി എന്ത് സംഭവിക്കും? ഡയൽ ചെയ്യും, ഡിസ്കണക്ട് ആവും. ഇതിൽ വേറെ ചിലതാണ് സംഭവിക്കും. ഒരു വേറെ തരം ഡിസ്കണക്ഷൻ. യാത്രയിലാണ്, എത്തിയിട്ട് വിളിക്കാം. മിസ്സസ്, സംസാരിക്കാമായിരുന്നു. ശരി, ചുമ്മാ വിളിച്ചോണ്ടിരിക്കും. ഞാൻ യാത്രയിലായിരിക്കും, ഇതവിടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഈ യാത്രയോടെ എല്ലാം മാറും, ഈ ബസ്സിലുള്ള എല്ലാവർക്കും. എന്താ, ഈ ബസ്സിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ നല്ല കണ്ടീഷൻ, ഒരേ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ്, എപ്പോഴും കൃത്യസമയത്ത് ഓടുന്ന ബസ്. പിന്നെ കൂടുതലും റെഗുലർ പാസഞ്ചേഴ്സ്, ചില ന്യൂ ഫേസസ്.
മോസ്റ്റ് പ്രൊഡിക്റ്റബിൾ, ആരും ഒന്നും സംശയിക്കാത്ത ബസ്. ഇത് കേട്ടാത്തൊന്നും എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടല്ലോ മിസ്റ്റർ ജെ. ഇതിൽ യാത്ര ചെയ്യുന്ന 34 വ്യക്തികൾക്കും ഒരു വിധിയുണ്ട്. ആ വിധിയാണ് നിങ്ങളെയും ഞങ്ങളെയും ചേർത്ത് വച്ചിരിക്കുന്നത്. ഞങ്ങളെയെന്ന് വെച്ചാ താൻ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. ആര് തിരഞ്ഞെടുത്തു? നിങ്ങൾ തന്നെ. ഞങ്ങളെ അടിച്ചമർത്തിയപ്പോൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിച്ചപ്പോൾ, ഞങ്ങളുടെ ജീവിതം വെച്ച് കളിച്ചപ്പോൾ ഒക്കെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷെ ഇനിയില്ല, എല്ലാം തിരുത്താൻ നേരമായി. അരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ സംഭവിക്കാനുള്ളത് നേരത്തെ സംഭവിക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റുക? ഇവിടെ എന്താ വെള്ളരിക്കപ്പെടണോ? ഇവിടെ നിയമവും വ്യവസ്ഥയൊന്നുമില്ലേ? ഒരു നിയമവും ഞങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. ഈ ബസ്സിൽ മുഴുവനും സാധാരണക്കാരാണ്. മിക്കവരും ജോലി കഴിഞ്ഞ് 2 ദിവസത്തേക്ക് വീട്ടിലെത്താൻ കൊതിക്കുന്നവരാണ്. സ്വന്തം ഭാര്യ മൊബൈലിൽ വിളിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചിലവരുണ്ട്. അങ്ങനെയല്ല, അവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു കുടുംബം. ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുന്ന ഒട്ടും ശരിയല്ല. മരണത്തിന് സ്ത്രീയോ പുരുഷനോ എന്നില്ല. ആ ഭീതിയാണ് നിങ്ങളെ കൊണ്ടത് പറയിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ? നക്സലൈറ്റ്? ജിഹാദി? നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നാളെ ഈ ലോകം ഞങ്ങളെ തിരിച്ചറിയും. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഇത് സത്യമായിരുന്നെങ്കിൽ നിങ്ങളത് എന്നോട് പറയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ച താനും മരിക്കില്ലേ? ലിബറേഷൻ, അതാണ് ലക്ഷ്യം. അവളൊരു പാവം, എൻ്റെ ഭാര്യ. പരിഷ്കാരമൊന്നുമില്ല, പക്ഷെ ഒരുപാട് നന്മയുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയ അവൾക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ കുട്ടികൾ. ഞാൻ പിന്നെ വിളിക്കാം.
അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണേ. കണ്ടക്ടർ, ആ വളവിലൊന്ന് നിർത്തണം. വലിയ നിയമം പറഞ്ഞ ആളല്ലേ, ഇവിടെ സ്റ്റോപ്പില്ല, 2 കിലോമീറ്റർ കഴിയണം. നിർത്തണോ? അയ്യോ, എന്റെ കാല്. ഈ യാത്രയോടെ എല്ലാം മാറും. ഈ യാത്ര ഒരു വേറെ തരം ഡിസ്കണക്ഷൻ. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നിന്റെ ബാഗിന് എന്താ ഇത്ര വെയിറ്റ്? എല്ലാം മുഷിഞ്ഞ തുണികളാ. ഓഹോ, പോവാം. ബസ്സിൽ ആർക്കായിരുന്നു ഒരു ടാറ്റ? അതോ, അതൊരു പാവം അങ്കിൾ. ഈ ആഴ്ച നീ എന്ത് പോകുമ്പോഴാണോ പൊട്ടിച്ചത്?